2015 മേൽപ്പറഞ്ഞ ലോണ് KFCയിൽ നിന്ന് PVR ഡെവലപ്പേഴ്സ് എടുത്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾ 3 ലോണായിരുന്നു. ലോൺ നമ്പർ 070159511 070159511. ഈ ലോണ് എടുക്കുന്ന ഡേറ്റ് 8 ഡിസംബർ 2015. അതായത് ഞാൻ MLA ആകുന്നതിന് മുമ്പ്. അത് 1,56,00,000. ആ 1,56,00,000 ആ ലോണ് 2,14,51,501 വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോക്യുമെൻ്റാണ് നമുക്ക് പരിശോധിക്കാം. മറ്റൊരു ലോണ് ഉണ്ടായിരുന്നത് 2015 ഡിസംബറിൽ തന്നെ 3,05,00,000. 3,05,00,000. അതിൽ ഇന്നേ വരെ 2,14,76,968 എമൗണ്ട് അടച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റും രേഖകളുമാണ്. അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. മൂന്നാമത്തെ ലോണ് എന്ന് പറയുന്നത് ലോൺ നമ്പർ 017511 4,90,00,000. അതിലേക്ക് 1,62,50,746 അടച്ചിട്ടുണ്ട്. അതിൻ്റെ റെസീറ്റും KFCൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതൊക്കെ. ഇതിൽ വിഷയം എവിടെ വരുന്നതെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ മാർച്ചിൽ KFC വൺ ടൈം സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ എല്ലാവർക്കും ഇവരുടെ കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നു. അതിൽ നമ്മളും അപ്ലൈ ചെയ്തു. വൺ ടൈം സെറ്റിൽമെൻറ്റ് നമ്മൾ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ആ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ 27/3/2023 KFC എന്ന മറുപടിയാണ്. The corporation has examined your promised settlement proposals for construction PVR developers, both dated 24/3/25, and noted that your offer is significantly low compared to the outstanding balance and the security value. Therefore, you are requested to enhance your proceed further with the settlement. ഈ സെറ്റിൽമെൻറ്റിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇവർക്കൊരു ഫീസ് അടക്കേണ്ടതുണ്ട്. ആ ഫീസിൻ്റെ റെസീറ്റാണത്. 29,500 രൂപയുടെ ചെക്ക് DD ഇവിടെ HDFC ബാങ്കിൽ നിന്ന് കൊടുത്ത് നമ്മൾ വൺ ടൈം സെറ്റിൽമെൻറ്റിന് അപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ഫോമും അതിൻ്റെ മറുപടിയാണ്. ഈ മറുപടിയിൽ അവർ പറഞ്ഞത് നമ്മൾ ഓഫർ ചെയ്ത സംഖ്യ വളരെ കുറഞ്ഞു പോയി. പ്ലീസ് ആൾസോ നോട്ട് ദാറ്റ് നോ കോംപ്രമൈസ് സെറ്റിൽമെൻറ്റ് വിൽ ബി എൻ്റർടൈൻഡ് 29/3/25 ആസ് പെർ ദ പ്രിവെയിലിംഗ് policy. Additionally, as the security properties are common and interconnected with the both loans, to release of any part of the security will be considered upon the fulfillment of both loans. അതായത് ഈ 3 ലോണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർലിങ്ക് ആയി നിൽക്കുന്നതുകൊണ്ട് ഒരു ലോൺ നമ്മൾ ക്ലോസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഒരുമിച്ച് ഇത് സെറ്റിൽ ചെയ്യണമെന്നാണ് KFC ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എമൗണ്ട് പോരാ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കത്ത് കൊടുത്തു 10th ഏപ്രിൽ KFCക്ക്. അതായത് നമ്മളിപ്പോൾ ഓഫർ ആദ്യം കൊടുത്ത് KFC നിരസിച്ച എമൗണ്ടിനേക്കാളും 10% കൂടി നമ്മൾ കൂട്ടി അടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇതിന് മറുപടി തന്നിട്ടില്ല. അപ്പം കേരളത്തിൽ KFC അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ കൊടുത്ത ഫസ്റ്റ് ആപ്ലിക്കേഷനൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. KFCയുടെ എല്ലാ ലോണീസിനും ഈ പറയുന്ന മേഴ്സി സെറ്റിൽമെൻറ്റ് അവൈലബിലിറ്റി കേരളത്തിൽ ഉടനീളം കൊടുത്തപ്പോഴും ആ മേഴ്സി സെറ്റിൽമെൻറ്റ് കിട്ടാത്ത ഏക വ്യക്തി PV അൻവറാണ്. അതിൻ്റെ കാരണം ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. പിന്നെ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്താൽ ആദ്യം വിജിലൻസ് ഒരു അന്വേഷണം നടത്തുമല്ലോ. നമ്മളെ വിളിക്കും, ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും, ഈ പരാതിയിൽ വസ്തുത ഉണ്ടോ എന്ന് പരിശോധിക്കും. വസ്തുത ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് സാധാരണ ഈ കേസെടുത്ത് പോലെ.
അപ്പം ഇവിടെ അങ്ങനെ ഒരു അന്വേഷണം മുൻകൂട്ടി ഉണ്ടായിട്ടില്ല. ആദ്യം FIR ഇട്ടു. FIRൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുക, ഇപ്പോൾ അന്വേഷണം നടക്കുന്നു എന്ന വാർത്ത നിങ്ങൾ ഇന്നലെ വാർത്ത കൊടുക്കുമ്പോഴാണ് അറിയുന്നത്. ഇതാണ് ഇതിൻ്റെ വസ്തുത. എടുത്ത എമൗണ്ടിൻ്റെ ഒരു ലോണ് പൂർണ്ണമായും തീർത്തു. 2 ലോണുകളുടെ ഏകദേശം 60, 65, 70% മുതൽ എമൗണ്ട് നമ്മൾ തീർത്ത് നിൽക്കുകയാണ്. ലോണ് ഞാൻ തന്നെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടാണ്, ഞാൻ കടക്കാരനാണ്, പല ഘട്ടത്തിലും ഇതാ ജപ്തിയുടെ ഭീഷണിയിലാണോ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. അത്ര തന്നെയാണ് ഇതിൻ്റെ വസ്തുത. അതല്ലാതെ ഇതിൽ വേറെ മാൽ പ്രാക്ടീസ് നടത്തി അധികാരം ഉപയോഗിച്ചെന്നൊക്കെ ഞാൻ അധികാരത്തിൽ വരുന്നതിൻ്റെ 1 കൊല്ലം മുമ്പ് നടന്ന 2015 നടന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് ഇതിൻ്റെ വസ്തുതകൾ. അത് പൊതുസമൂഹത്തെ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്ന നിലക്കാണ് നിങ്ങളെ വിളിച്ചത്.